കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പൊട്ടിത്തെറിയുണ്ടായതുമായി ബന്ധപ്പെട്ടിപ്പോൾ വലിയ വിവാദം ഉയർന്നു വരികയാണ്. അതിൽ പുക ശ്വസിച്ചും ചികിത്സ കിട്ടാതെയുമാണ് 5 പേരുടെ മരണമുണ്ടായത് എന്ന ആരോപണം ഒരു ഭാഗത്ത് ഉയരുമ്പോൾ മെഡിക്കൽ കോളേജ് അധികൃതർ അത് നിഷേധിക്കുകയാണ്. ഇന്ന് മെഡിക്കൽ ബോർഡ് യോഗം ചേരാനിരിക്കുന്നു. അല്പസമയം മുൻപ് എം വി ഗോവിന്ദന്റെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നു. നിർഭാഗ്യകരമാണ് ഈ സംഭവം എന്നതായിരുന്നു പ്രതികരണം. ആ പ്രതികരണത്തിലേക്ക്. വലിയ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ആ സംബന്ധിച്ച് അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആവശ്യമായ പരിശോധന നടത്തി നിലപാടുകൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അത് എന്തുണ്ടെങ്കിലും ഏത് അപാകതയായാലും അത് പരിഹരിക്കാൻ ആവശ്യമായ നിലപാടാണ് സ്വീകരിക്കേണ്ടത്. എവിടെയാണ് എന്താണ് ഉണ്ടായത് എന്നുള്ളത് നല്ല പരിശോധനയിലൂടെ കണ്ടെത്തുകയും ചെയ്യണം. വളരെ പ്രയാസകരമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായത്. 5 പേരുടെ മൃതദേഹവും പോസ്റ്റ്മോർട്ടം ചെയ്യാനാണ് നിലവിൽ തീരുമാനിച്ചത്. പുക ശ്വസിച്ചതല്ല മരണകാരണമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകവുമാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ അഭിജിത്ത് മുഴക്കുന്നും മിഥില ബാലനും തുടരുന്നുണ്ട്. മിഥില ബാലനിലേക്കാണ് ഇനി. മിഥില, ഇപ്പോൾ ആരോഗ്യവകുപ്പിന് നേരെ ആരോപണ ശരങ്ങൾ ചൊരിയുകയാണ് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രി ഉച്ചയോടെ എത്തുന്നു. അടിയന്തര യോഗം ചേരണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? എപ്പോഴാണ് യോഗം? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? 12:30 ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുക. മെഡിക്കൽ ബോർഡ് യോഗം ചേരും എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കലക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും. പ്രത്യേകിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണമുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത്, മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് കൃത്യമായ വീഴ്ചയുണ്ടായി ഇന്നലത്തെ ഈ ഒരു സംഭവത്തിൽ. അതുകൊണ്ട് തന്നെ ഉന്നതതല അന്വേഷണം വേണം. വിദഗ്ധ സമിതി അന്വേഷിക്കണം. വിദഗ്ധ സമിതി അന്വേഷണത്തിൽ ആരോഗ്യവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ മാത്രം പോരാ, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് പോലീസ്, ഫയർഫോഴ്സ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിദഗ്ധ സമിതി അന്വേഷിക്കണം എന്ന ഒരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. മാത്രമല്ല, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ്. അല്പസമയം മുമ്പ് ടി സിദ്ദിഖ് MLA ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആവശ്യം എന്നത് സാധാരണ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുക പാവപ്പെട്ട രോഗികളാണ്. അത്തരത്തിൽ ചികിത്സ തേടിയ രോഗികളാണ് ഇന്നലെ ഈ ഒരു കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നത്. അവരെയാണ് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് ഇവർക്ക് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ചികിത്സ സർക്കാർ ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ ഇവർക്ക് ചികിത്സാ സഹായം നൽകണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മാത്രമല്ല, മരിച്ചവരുടെ ബന്ധുക്കൾക്കും സർക്കാർ സഹായം നൽകണം എന്നതും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്നത് വീഴ്ചയുമായി ബന്ധപ്പെട്ടാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയില്ല. നേരത്തെ തന്നെ ഉയർന്ന ഒരു ആവശ്യമായിരുന്നു ഇവിടെ ഒരു മെഡിക്കൽ കോളേജിന് മാത്രമായി ഒരു ഫയർ സ്റ്റേഷൻ എന്നത്. അത് ഇതുവരെ പ്രാവർത്തികമായിട്ടില്ല. മെഡിക്കൽ കോളേജ് അതിനായി സ്ഥലം ഇതുവരെ വിട്ടു നൽകിയിട്ടില്ല. അത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്, മെഡിക്കൽ കോളേജിൻ്റെ ഭരണസമിതിയുടെ ഭാഗത്തുണ്ടായ ഒരു വീഴ്ചയാണ് എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നിലവിലിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 പേരുടെ മൃതദേഹമാണ് ഇവിടെയുള്ളത്. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. പോസ്റ്റ്മോർട്ടം നടത്തിയാൽ മാത്രമേ എന്താണ് മരണകാരണം എന്ന കാര്യത്തിൽ വ്യക്തമാവുകയുള്ളൂ. അല്പസമയം മുമ്പ് മോർച്ചറിക്ക് മുന്നിൽ വെച്ച് തന്നെ അനുജ. അതെ, അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നുള്ളത്. 5 പേരുടെ മൃതദേഹവും പോസ്റ്റ്മോർട്ടം നടത്തുക, എന്താണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളത് എന്നുള്ളത് മരണകാരണത്തിലേക്ക് എത്തുന്നതിൽ വളരെ നിർണായകമാകും.